നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പല സമയങ്ങളിലും വന്നു ചേരും. ചിലർക്ക് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം ദോഷഫലങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനിദോഷത്താൽ വളരെയധികം കഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ സമയങ്ങളിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉയർച്ച കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്ന് ചേരണം എന്നില്ല. വ്യാപാര യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുവാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. വായ്പയുടെ തിരിച്ചടവ് അത് മുടങ്ങുകയോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുവാനുള്ള ചില പ്രയാസങ്ങൾ വന്ന് ചേരാവുന്നതാണ്. സാമ്പത്തികപരമായ ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി, പല രീതിയിലുള്ള തർക്കങ്ങൾ എന്നിവ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. കുടുംബത്തോടൊപ്പം ചില യാത്രകൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം വളരെയധികം സൂക്ഷ്മതയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാകുന്നു. കൂടാതെ വെള്ളിയാഴ്ച ദിവസം ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഗാർഹികമായ പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഗാർഹികമായ സുഖം കുറയുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. തർക്കങ്ങൾക്കും ഐക്യമില്ലായ്മയ്ക്കും കാരണമാകാവുന്ന നിരവധി കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സൂക്ഷ്മതയോടെ തന്നെ മുന്നോട്ട് പോവുക. വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്ത അവസ്ഥ, തടസ്സങ്ങൾ എന്നിവ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അത്യാവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ വേണ്ടയിടത്ത് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാത്തതായ അവസ്ഥ വന്ന് ചേരാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥകൾ വന്നു ചേരാം. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ, അത് മക്കളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തും. എന്നിരുന്നാൽ പോലും ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാകുന്നു. കൂടാതെ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ കൂവളമാല സമർപ്പിക്കുകയും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും ശുഭകരമാകുന്നു.
മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം നേർവഴിക്ക് പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നടക്കുവാൻ സാധ്യത കുറവാകുന്നു. പല കാര്യങ്ങളും നടന്നില്ല എന്ന് വരാം. തന്മൂലം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾക്കായി ശ്രമിക്കും. അത് കാര്യസാധ്യത്തിനായി ശ്രമിക്കും എങ്കിൽ പോലും അത് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പതിവിലും കൂടുതൽ യാത്രകൾ വേണ്ടിവരും എന്ന കാര്യം ഓർക്കുക. തന്മൂലം വളരെയധികം അലച്ചിൽ, പ്രശ്നങ്ങൾ, ടെൻഷനുകൾ എന്നിവ അനുഭവിക്കേണ്ടതായി വരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. നിസ്സഹകരണം പോലും പ്രതീക്ഷിക്കാം. സ്വദേശത്തെ സ്ഥലം മാറ്റത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കണം എന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് പുറത്തു പോകുവാനും പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോകുവാൻ സാധിക്കണം എന്നില്ല. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിനോദങ്ങളിൽ ഏർപ്പെടുവാൻ ശ്രമിക്കും. എന്നിരുന്നാൽ പോലും അതെല്ലാം വളരെയധികം പരാജയപ്പെടുകയോ തടസ്സങ്ങളാൽ മുടങ്ങിപ്പോകുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷമങ്ങൾ വന്നു ചേരാം. അത് ഗാർഹികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. വഴക്ക്, ഐക്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം സംഭവിക്കണം എന്നില്ല. അതും നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമായി തന്നെ മാറും. ഈ സമയം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതേപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുക. ശാസ്താക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉല്ലസിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാകാം. അതേപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉന്മേഷം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അകലങ്ങളിൽ കഴിയുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. പല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നിരുന്നാൽ പോലും ആ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നതിനാൽ പലവിധ ധനനഷ്ടങ്ങൾക്കും മറ്റു രീതിയിലുള്ള നഷ്ടങ്ങൾക്കും മാനഹാനിക്കും സാധ്യത കൂടുതലാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക. യഥാസമയം ലഭിക്കേണ്ടതായ ധനപരമായ സഹായങ്ങൾ ലഭിക്കാതിരിക്കാം. കൈവായ്പകൾ മടക്കി കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പിതാവിൻ്റെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വന്നു ചേരാം. ഈ സമയം ചിലവുകൾ വർദ്ധിക്കുന്നതായ സമയം ഉണ്ടാകും. അതിനാൽ ചിലവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് ധനപരമായ നഷ്ടങ്ങൾക്ക് കാരണമാകും. അലച്ചിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പൊതുവെ ഉത്രാട നക്ഷത്രക്കാർ വന്നിരിക്കുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാകുന്നു. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സമയം കുടുംബകാര്യവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. വാക്പോര് വളരെയധികം രൂക്ഷമാകുന്ന സമയമാകുന്നു. കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂട്ടുകാരെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നു ചേരും. പുറകിൽ നിന്നും ചതി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ലഭിക്കണം എന്നില്ല. സ്ഥാനലബ്ധി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൂജാതി കർമ്മങ്ങൾക്ക് മുൻകൈ എടുക്കും. എന്നിരുന്നാൽ പോലും തടസ്സങ്ങളാൽ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല.
ഈ സമയം അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കുറവാണ് എന്ന കാര്യവും ഓർക്കുക. ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാകുന്നു. അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം ആണ് ഇത് എന്ന കാര്യവും ഓർക്കുക. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ജാഗ്രത പുലർത്തുക. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാം. ഈ സമയം വാദിപ്രതിയാകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. മാനഹാനിക്ക് പോലും സാധ്യത കൂടുതലാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാകുന്നു. ഈ സമയം വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുകയും ചെയ്യുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതേപോലെ ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തുക. കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിക്കുകയും ചെയ്യുക. വെള്ളിയാഴ്ച ശംഖുപുഷ്പം സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും.